എല്ലാവർക്കും ജുറാസ് കൊമേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ബികോം 6th സെമസ്റ്റർ ഇൻകം ടാക്സ് ആൻഡ് GST സബ്ജക്റ്റിലെ വളരെ പ്രധാനപ്പെട്ട ഒരു മൊഡ്യൂളാണ് നമ്മുടെ രണ്ടാമത്തെ മൊഡ്യൂൾ. ഇൻകം ടാക്സ് അതോറിറ്റീസിനെ കുറിച്ചും ടാക്സ് റിട്ടേണിനെ കുറിച്ചും അസസ്മെൻറ്റ് അതുപോലെ പാൻ ഈ 4 ടോപ്പിക്കുകളാണ് മെയിനായിട്ട് ഈ ഒരു മൊഡ്യൂളിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ മൊഡ്യൂൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഞാൻ ആദ്യം തന്നെ ഈ മൊഡ്യൂളിൻ്റെ ക്ലാസ് അപ്ലോഡ് ചെയ്യാനുള്ള റീസൺ അത് ഞാൻ നിങ്ങൾക്ക് ആദ്യം പറഞ്ഞു തരാം. കഴിഞ്ഞ 4 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ 30നോടടുത്ത് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത് ഈ ഒരു മൊഡ്യൂളിൽ നിന്നാണ്. 1-2 വർഷം 2 എസ്സേ കൂടെ ഈ മൊഡ്യൂളിൽ നിന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കംപ്ലീറ്റ് ഒന്ന് അനലൈസ് ചെയ്ത സമയത്ത് മനസ്സിലായ കാര്യം, ഏറ്റവും അധികം ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന മൊഡ്യൂളും കൂടെയാണ് സെക്കൻഡ് മൊഡ്യൂൾ. അതുമാത്രമല്ല, ഒരു ആവറേജ് ബിലോ ആവറേജ് സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ചിടത്തോളം എളുപ്പത്തിൽ മനസ്സിലാക്കി പഠിച്ചെടുക്കാൻ പറ്റുന്ന കണ്ടൻറ്റുമാണ് ഈ മൊഡ്യൂളിലുള്ളത്. ബാക്കി 4 GSTയുടെ മൊഡ്യൂളാണെങ്കിലും GST രജിസ്ട്രേഷൻ ആണെങ്കിലും അല്ലെങ്കിൽ ഒന്നാമത്തെ ടാക്സിൻ്റെ മൊഡ്യൂളാണെങ്കിലും ഒക്കെ തന്നെ കുറേ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കണം, കൺഫ്യൂഷൻ ഉണ്ടാവും, മെമ്മറിയിൽ നിൽക്കാതെയൊക്കെ ആവാം. എന്നാൽ ഈ ഒരു മൊഡ്യൂളിൻ്റെ പ്രത്യേകത, ഈ മൊഡ്യൂളിൽ വളരെ കുറച്ച് കണ്ടൻറ്റേ പറയുന്നുള്ളൂ. ആ കണ്ടൻറ് എല്ലാം തന്നെ എക്സാമിന് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നുമുണ്ട്. അപ്പം ഞാൻ കൂടുതൽ ഇൻട്രൊഡക്ഷനിൽ പറയുന്നില്ല. അപ്പോൾ നമുക്ക് ഓരോ ടോപ്പിക്കും ഡിസ്കസ് ചെയ്യാം. ആദ്യം തന്നെ നമ്മുടെ സെക്കൻഡ് മൊഡ്യൂളിൽ ചോദിച്ചിട്ടുള്ള അല്ലെങ്കിൽ ചോദിക്കാൻ സാധ്യതയുള്ള 10 മാർക്കിൻ്റെ എസ്സേ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ അത് പഠിച്ചെടുക്കുക. സ്ക്രീനിൽ കാണുന്ന നോട്ട് നിങ്ങൾ നല്ല രീതിയിലൊന്ന് ഷോർട്ട് നോട്ട് പോലെ എഴുതിയെടുത്തിട്ട്, ഓൾറെഡി ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്നത് ഷോർട്ട് നോട്ടാണ്, അത് നിങ്ങളൊരു പേപ്പറിൽ ന്യൂസ് പ്രിൻറ്റിലോ അല്ലെങ്കിൽ A4 ഷീറ്റിലോ എഴുതി വെച്ച് അത് 1-2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് വീഡിയോയും കൂടെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ ഈ ടോപ്പിക്ക് പഠിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ആദ്യത്തെ എസ്സേയിലേക്ക് കടക്കാം. വാട്ട് ഈസ് റിക്കവറി ഓഫ് ടാക്സ്? എക്സ്പ്ലെയിൻ ദി വേരിയസ് മോഡ്സ് ഓഫ് റിക്കവറി അണ്ടർ ഇൻകം ടാക്സ് ആക്ട്. ചോദ്യം നമ്മളൊന്ന് മനസ്സിലാക്കണം. ഈ ഇൻകം ടാക്സ് ആൻഡ് GSTയുടെ പ്രത്യേകത, ക്വസ്റ്റ്യനെ കുറിച്ച് നമുക്ക് നല്ലൊരു ധാരണ ഉണ്ടായിരിക്കണം, ഒരു ഐഡിയ ഉണ്ടായിരിക്കണം. ഇവിടെ പറയുന്നത് ടാക്സ് റിക്കവറിനെ കുറിച്ചാണ്. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ടാക്സ് റിക്കവറി ഉണ്ടായിട്ടുണ്ട് ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് റിക്കവറി ഓഫ് ടാക്സ്? എക്സ്പ്ലെയിൻ വേരിയസ് മോഡ്സ് ഓഫ് റിക്കവറി അണ്ടർ ഇൻകം ടാക്സ് ആക്ട്. ഇൻകം ടാക്സ് ആക്ട് പ്രകാരം ഏതെല്ലാം രീതിയിലാണ് ടാക്സ് റിക്കവറി നടക്കുന്നത്? എന്താണ് ടാക്സ് റിക്കവറി? നമുക്ക് നോക്കാം. റിക്കവറി ഓഫ് ടാക്സ് എന്ന് പറഞ്ഞാൽ ദ പ്രോസസ് ഓഫ് കളക്ടിങ് ടാക്സ് ഓഡ് ബൈ ദി ഗവൺമെന്റ് ഫ്രം ടാക്സ് പെയർ ഹു ഹാവ് ഡീഫോൾട്ടഡ് ഓർ ഫെയിൽഡ് ടു പേ ദെയർ ടാക്സ് ലാബിലിറ്റി. സംഭവം ആദ്യം നിങ്ങൾ മലയാളത്തിൽ മനസ്സിലാക്കി വെക്ക്. ചില കുട്ടികൾക്ക് എന്താണ്, മലയാളത്തിൽ കാര്യം കിട്ടിക്കഴിഞ്ഞാൽ അത് അവരുടേതായ ലാംഗ്വേജിൽ എഴുതാൻ പറ്റും. അങ്ങനെയുള്ളവർക്ക് വേണ്ടി ഞാൻ ആദ്യം ഒന്ന് മലയാളത്തിൽ പറഞ്ഞു തരാം. ടാക്സ് ലാബിലിറ്റി ഉണ്ടല്ലോ, ടാക്സ് അടയ്ക്കേണ്ട തുക അടച്ചിട്ടില്ല. അപ്പം ഗവൺമെൻറ് ഈ ടാക്സ് അടയ്ക്കേണ്ട ആളിൽ നിന്നും അത് കളക്ട് ചെയ്തെടുക്കുന്ന പ്രോസസ്സിനെയാണ് റിക്കവറി ഓഫ് ടാക്സ് എന്ന് പറയുന്നത്. ഗവൺമെൻറ് ടാക്സ് ടാക്സ് പെയർ ടാക്സ് അടച്ചിട്ടില്ല, ഫെയിൽഡായി, ഡീഫോൾട്ട് വരുത്തി. അപ്പോൾ ഗവൺമെൻറ് അത് കളക്ട് ചെയ്തെടുക്കുന്ന രീതിനെയാണ് റിക്കവറി ഓഫ് ടാക്സ് എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് കളക്ടിങ് ടാക്സ്. അതെങ്കിലും മനസ്സിലായല്ലോ? അത് ടാക്സ് കളക്ട് ചെയ്യുന്ന പ്രോസസ്സാണ്. ആരാണ് കളക്ട് ചെയ്യുന്നത്? ഗവൺമെൻറ്. ആരിൽ നിന്നാണ് കളക്ട് ചെയ്യുന്നത്? ടാക്സ് പെയറുടെ കയ്യിൽ നിന്ന്. അതിനെയാണ് റിക്കവറി ഓഫ് ടാക്സ്. അങ്ങനെ ടാക്സ് ലാബിലിറ്റി പേ ചെയ്യാൻ ഡീഫോൾട്ട് വരുത്തിയിട്ടുണ്ടെങ്കിൽ, അത് ഫെയിലിയർ ആയിട്ടുണ്ടെങ്കിൽ, അത് ഗവൺമെൻറ് ഏതെല്ലാം മോഡ്സിലൂടെയാണ്, ഏതെല്ലാം രീതിയിലൂടെയാണ് റിക്കവറി ചെയ്തെടുക്കുന്നത്? ഇപ്പം ഇവിടെ ഞാൻ 10 പോയിന്റ് കൊടുത്തിട്ടുണ്ട്. ആ 10 പോയിന്റും എഴുതിയിട്ട് ഓരോന്നിനും നിങ്ങളേതായ ലാംഗ്വേജിൽ എക്സ്പ്ലനേഷൻ കൊടുക്കുക. പോയിന്റ് മാത്രം എഴുതി വെച്ചാൽ 3-4 മാർക്കേ കിട്ടുള്ളൂ. എക്സ്പ്ലനേഷൻ എന്തെങ്കിലും എഴുതി വെച്ചാൽ നിങ്ങൾക്ക് ഒരു 8-9-10 മാർക്കിൻ്റെ അടുത്ത് കിട്ടും. ഓക്കെ. അപ്പോൾ ഡിഡക്ഷൻ അറ്റ് എ സോഴ്സ്, ടാക്സ് കളക്റ്റഡ് അറ്റ് സോഴ്സ്, അറ്റാച്ച്മെന്റ് ഓഫ് ബാങ്ക് അക്കൗണ്ട്, അറ്റാച്ച്മെന്റ് ഓഫ് അസെറ്റ്സ്, അറ്റാച്ച്മെന്റ് ഓഫ് സാലറി, അറസ്റ്റ്, പ്രോസിക്യൂഷൻ, റിക്കവറി ഫ്രം തേർഡ് പാർട്ടി, സെയിൽ ഓഫ് അറ്റാച്ച്ഡ് അസെറ്റ്സ്, റിക്കവറി ത്രൂ ഗാർണിഷി ഓർഡർ, റിക്കവറി ത്രൂ സ്റ്റേറ്റ് ഗവൺമെന്റ്. ഇത്രയുമാണ് ടാക്സ് കളക്ട് ചെയ്യാനുള്ള അല്ലെങ്കിൽ ടാക്സ് റിക്കവറി നടത്താനുള്ള മോഡ്സ്. ഒരു എസ്സേ എല്ലാവരും പഠിച്ചു. എൻ്റെ വീഡിയോ കാണുന്ന മുഴുവൻ ആളുകളും, ഞാൻ എപ്പോഴും പറയുന്ന പോലെ ആവറേജ് ബിലോ ആവറേജ് സ്റ്റുഡൻസിനെ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടാണ് ഞാൻ
വീഡിയോ ചെയ്യാറ്. അവരെങ്ങനെയെങ്കിലും അവസാന നിമിഷം പഠിച്ച് പാസ്സാവാൻ വേണ്ടിയിട്ട് കൂടെയാണ് ഇത്തരത്തിൽ വീഡിയോസ് ഇറക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പറയുന്നൊരു വീഡിയോ ആയതുകൊണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ സ്ട്രെസ് ചെയ്ത് പറയും, റിപ്പീറ്റ് ചെയ്ത് പറയും, അല്ലെങ്കിൽ ഒരു സിമ്പിളായിട്ട് മാർക്ക് നേടാനുള്ള കാര്യങ്ങളാണ് പറയുക. അപ്പോൾ ആ രീതിയിൽ നമ്മുടെ വീഡിയോനെ എന്ത് ചെയ്യുക, നിങ്ങളൊന്ന് സമീപിക്കുക. അപ്പോൾ O ഗ്രേഡ് കിട്ടേണ്ട ഒരു കുട്ടി ചിലപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞാൽ ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ ചിലപ്പോൾ ഉണ്ടായെന്ന് വരില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള വീഡിയോ ആണ് ആവശ്യമെങ്കിൽ ആ കാര്യം കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഒരു essay പഠിച്ചു കഴിഞ്ഞു. ഇനി ആരും ആ കാര്യത്തിൽ ടെൻഷൻ അടിക്കരുത്. GSTയിലെ ഒരു essay പഠിച്ചു. എന്താണ്? ടാക്സിൻ്റെ റിക്കവറിയാണ്. അപ്പോൾ ടാക്സ് റിക്കവറി എന്ന് പറഞ്ഞാൽ എന്താണ്? ടാക്സ് ലാബിലിറ്റി പേ ചെയ്യാൻ ടാക്സ് പെയർ എന്തെങ്കിലും ഡീഫോൾട്ട് വരുത്തിയാൽ ഗവൺമെൻറ് ടാക്സ് പെയറുടെ കയ്യിൽ നിന്നും അത് കളക്ട് ചെയ്തെടുക്കുന്ന പ്രോസസ്സിനെയാണ് റിക്കവറി ഓഫ് ടാക്സ് എന്ന് പറയുന്നത്. റിക്കവറി ചെയ്തെടുക്കുക. ഓക്കെ, അതായത് റിക്കവർ ചെയ്യുക. ആ ഒരു രീതിയിൽ ചിന്തിച്ചാൽ മതി. അപ്പം 4 കീ വേർഡാണ് ഇത് ഓർക്കാൻ വേണ്ടിയിട്ട് വേണ്ടത്. 1, ഗവൺമെൻറ് കളക്ട് ചെയ്തു. 2, ടാക്സ് പെയറുടെ കയ്യിൽ നിന്നാണ് ഗവൺമെൻറ് കളക്ട് ചെയ്യുന്നത്. 3, ടാക്സ് പെയർ ഡീഫോൾട്ട് വരുത്തിയാൽ. 4, എന്തിൽ ഡീഫോൾട്ട് വരുത്തിയാൽ? ടാക്സ് ലാബിലിറ്റിയിൽ. അതിനുള്ള മോഡ്സ് ഒരു 10-12 എണ്ണം ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. എളുപ്പമുള്ളത് പഠിച്ചു വെച്ചാൽ നിങ്ങൾ ഒരു 6 എണ്ണെങ്കിലും പഠിച്ചു വെക്കൂ. അറ്റാച്ച്മെൻറ്റ് ഓഫ് അസറ്റ്, അറ്റാച്ച്മെൻറ്റ് ഓഫ് സാലറി എല്ലാവർക്കും പഠിക്കാമല്ലോ. അപ്പോൾ അസറ്റ് അറ്റാച്ച് ചെയ്യും, അതുപോലെ സാലറി അറ്റാച്ച് ചെയ്തിട്ടൊക്കെ എന്ത് ചെയ്യും? ഈ ഒരു അടയ്ക്കാനുള്ള ടാക്സ് ലാബിലിറ്റി കളക്ട് ചെയ്തെടുക്കും ഗവൺമെൻറ്. അറ്റാച്ച്മെൻറ്റ് ഓഫ് സാലറി, അറ്റാച്ച്മെൻറ്റ് ഓഫ് അസറ്റ്. 2 പോയിന്റ് ഓർമ്മയുണ്ടല്ലോ. അറസ്റ്റ്, അത് ഓർത്ത് വെക്കാലോ. 3, പ്രോസിക്യൂഷൻ. അറസ്റ്റ് എന്ന് ഓർമ്മിക്കുമ്പോൾ നിങ്ങൾക്ക് എന്തും കൂടെ ഓർക്കാം? പ്രോസിക്യൂഷനും ഓർക്കാം. അപ്പോൾ അറ്റാച്ച്മെൻറ്റ് ഓഫ് സാലറി, അറ്റാച്ച്മെൻറ്റ് ഓഫ് അസറ്റ്, അറസ്റ്റ്, പ്രോസിക്യൂഷൻ 4 എണ്ണം പഠിച്ചു. അതുപോലെ തന്നെ റിക്കവറി ത്രൂ ഗാർണിഷി ഓർഡറും റിക്കവറി ത്രൂ സ്റ്റേറ്റ് ഗവൺമെൻറ്റും. സ്റ്റേറ്റ് ഗവൺമെൻറ്റിലൂടെയും ഗാർണിഷി ഓർഡറിലൂടെയും നമുക്ക് എന്ത് ചെയ്യാം? അതുപോലെ റിക്കവറി ത്രൂ തേർഡ് പാർട്ടി, അങ്ങനെ പഠിച്ചാൽ മതി. റിക്കവറി ഫ്രംന് പകരം റിക്കവറി ത്രൂ തേർഡ് പാർട്ടി. അങ്ങനെ നമ്മൾ 7 പോയിന്റ് പഠിച്ചു കഴിഞ്ഞു. അറ്റാച്ച്മെൻറ്റ് ഓഫ് അസറ്റ്, അറ്റാച്ച്മെൻറ്റ് ഓഫ് സാലറി, അറസ്റ്റ്, പ്രോസിക്യൂഷൻ 4 എണ്ണം. പിന്നെ 3 എണ്ണം എന്തൊക്കെയാണ്? റിക്കവറി ത്രൂ ഗാർണിഷി ഓർഡർ, റിക്കവറി ത്രൂ സ്റ്റേറ്റ് ഗവൺമെൻറ്, റിക്കവറി ത്രൂ തേർഡ് പാർട്ടി. ഇപ്പോൾ 7 പോയിന്റ് കൃത്യമായിട്ട് നമ്മൾ പഠിച്ചു. ഒരു essay കൈ കിട്ടി. നമുക്ക് അടുത്ത essayയിലേക്ക് പോകാം. എക്സ്പ്ലെയിൻ ഇൻകം ടാക്സ് റിട്ടേൺ. വാട്ട് ആർ ദ സ്റ്റെപ്സ് ഇൻവോൾവ് ഇൻ ഫയലിംഗ് ഓഫ് ഇൻകം ടാക്സ് റിട്ടേൺ. അപ്പോൾ ഈ ഒരു മൊഡ്യൂളിലെ വളരെ പ്രധാനപ്പെട്ട 2 മാർക്കിലും 5 മാർക്കിലും 10 മാർക്കിലും എല്ലാം തന്നെ ക്വസ്റ്റ്യൻ ഉണ്ടാകുന്ന ഒരു ഏരിയയാണ് ഇൻകം ടാക്സ് റിട്ടേണും അതിൻ്റെ ഫയലിങ്ങും അതിൻ്റെ ടൈപ്സും. ഇത് 3ഉം പഠിക്കാതെ പോകരുത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്തൊക്കെയാണ്? ഇൻകം ടാക്സ് റിട്ടേണിൻ്റെ മീനിങ് എന്താണ്, അതിൻ്റെ ടൈപ്സ് ഏതൊക്കെയാണ്, അതിൻ്റെ ഫയലിംഗ് പ്രൊസീജിയർ എന്താണ്. അപ്പം നമുക്ക് എന്താണ് ഇൻകം ടാക്സ് റിട്ടേൺ എന്ന് നോക്കാം. ഇൻകം ടാക്സ് റിട്ടേൺ ഈസ് എ സ്റ്റേറ്റ്മെൻറ്റ് ഇൻ വിച്ച് assessee disclose the details of income during the previous year is called income tax return. ഈ വീഡിയോ കാണുന്ന ഒരാൾ പോലും ടാക്സ് റിട്ടേൺ എന്താണ് എന്ന് അറിയാതെ പോവരുത്. അപ്പം ഏറ്റവും ചുരുക്കി പറഞ്ഞു തരാം. ഇൻകം ടാക്സ് റിട്ടേൺ എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. മനസ്സിലായല്ലോ? ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. വിച്ച് അസസി ഡിസ്ക്ലോസ് ദി ഡീറ്റെയിൽസ് ഓഫ് ഇൻകം ഡ്യൂറിങ് ദ പ്രീവിയസ് ഇയർ. ഒരു അസസിയുടെ പ്രീവിയസ് ഇയറിലെ ഇൻകവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഡീറ്റെയിൽസും ഡിസ്ക്ലോസ് ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് ഇൻകം ടാക്സ് റിട്ടേൺ. മനസ്സിലായല്ലോ? ഒരു അസസിയുടെ പ്രീവിയസ് ഇയറിലെ ഇൻകവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ മാറ്റേഴ്സും ഡിസ്ക്ലോസ് ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് ഇൻകം ടാക്സ് റിട്ടേൺ. അപ്പോൾ 3 കീവേഡ് ഓർത്ത് വെക്കുക. അങ്ങനെ എഴുതി പഠിച്ചോ. ഇൻകം ടാക്സ് റിട്ടേൺ എന്ന് നിങ്ങൾ ന്യൂസ് പ്രിന്റിൽ എഴുതുക. 3 പോയിന്റ് അവിടെ എഴുതി വെക്കുക. ഒന്നെന്താണ്? ഇറ്റ് ഈസ് എ സ്റ്റേറ്റ്മെൻറ്റ്. രണ്ടാമത്തത് എന്താ? അസസി ഡിസ്ക്ലോസ് ഇൻകം മാറ്റേഴ്സ്. അസസി ഇൻകവുമായിട്ട് ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് ഡിസ്ക്ലോസ് ചെയ്യുന്നു. 3ാമത്തെ കീവേഡ് എന്താ? പ്രീവിയസ് ഇയറിലെ അതിനെയാണ് ഇൻകം ടാക്സ് റിട്ടേൺ എന്ന് പറയുന്നത്. അപ്പോൾ ഇറ്റ് ഈസ് എ സ്റ്റേറ്റ്മെൻറ്റ് ഇൻ വിച്ച് അസസി ഡിസ്ക്ലോസ് ദ ഡീറ്റെയിൽസ് ഓഫ് ഇൻകം ഡ്യൂറിങ് ദ പ്രീവിയസ് ഇയർ ഈസ് കോൾഡ് ഇൻകം ടാക്സ് റിട്ടേൺ. ഒരു അസസിയുടെ പ്രീവിയസ് ഇയറിലെ ഇൻകവുമായിട്ട് ബന്ധപ്പെട്ട ഡീറ്റെയിൽസുകൾ ഡിസ്ക്ലോസ് ചെയ്യുന്ന ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിനെയാണ് ഇൻകം ടാക്സ് റിട്ടേൺ എന്ന് പറയുന്നത്. അടുത്തതാണ് ഫയലിംഗ് ഓഫ് ഇൻകം ടാക്സ് റിട്ടേൺ. എന്താണ് ഇൻകം ടാക്സ് റിട്ടേണിൻ്റെ ഫയലിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ ഫയലിംഗ് ഓഫ് ഇൻകം ടാക്സ് റിട്ടേൺ എന്താണെന്ന് നോക്കാം. ദ പ്രോസസ് ഓഫ് സബ്മിറ്റിംഗ് ഇൻകം ടാക്സ് റിട്ടേൺ ത്രൂ ഓൺലൈൻ ഈസ് കോൾഡ് ഫയലിംഗ് ഓഫ് റിട്ടേൺ. ദ പ്രോസസ് ഓഫ് സബ്മിറ്റിംഗ് ഇൻകം ടാക്സ് റിട്ടേൺ ത്രൂ ഓൺലൈൻ ഈസ് കോൾഡ് ഫയലിംഗ് ഓഫ് റിട്ടേൺ. അതായത്
ഓൺലൈനായിട്ട് ഒരു അസസി അയാളുടെ ഇൻകം ടാക്സ് റിട്ടേൺ സബ്മിറ്റ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ഇ ഫയലിംഗ് എന്ന് പറയുന്നത്. ഇപ്പം ഞാൻ ടാക്സ് അടയ്ക്കുന്ന ഒരാളാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യുന്നു, ഓൺലൈനായിട്ട് എൻ്റെ ഇൻകം ടാക്സ് റിട്ടേൺ സബ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് ഇ ഫയലിംഗ് ഓഫ് ഇൻകം ടാക്സ് റിട്ടേൺ. ഒത്തിരി ക്വസ്റ്റ്യൻ പേപ്പറിലുണ്ട് കേട്ടോ ഇ ഫയലിംഗ്. അപ്പോൾ അതെന്താണ്, അതൊരു പ്രോസസ്സാണ് എന്തിനു വേണ്ടിയിട്ടുള്ള സബ്മിറ്റിംഗ് ഇൻകം ടാക്സ് റിട്ടേൺ ത്രൂ ഓൺലൈൻ ഓർ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇ ഫയലിംഗ്. ഇനി നമുക്ക് ഇ ഫയലിങ്ങിൻ്റെ സ്റ്റെപ്സ് നോക്കാം. എസ് എ ആണല്ലോ, അപ്പോൾ 8 സ്റ്റെപ്പ് നിങ്ങൾ എക്സ്പ്ലനേഷൻ കൊടുക്കണം. ലോഗിൻ ടു ഇ ഫയലിംഗ് ആപ്ലിക്കേഷൻ. ആദ്യം തന്നെ നമ്മൾ ആ ഇ ഫയലിംഗ് ആപ്ലിക്കേഷനിൽ ലോഗിൻ ചെയ്യുക. രണ്ടാമത് സെലക്ട് ദ അപ്ലിക്കബിൾ ഇൻകം ടാക്സ് റിട്ടേൺ. ഇൻകം ടാക്സ് റിട്ടേൺ ഓരോരുത്തർക്കും ഓരോ ഇൻകം ടാക്സ് റിട്ടേൺ ആയിരിക്കും അപ്ലിക്കബിൾ ആവുക. നമ്മുടെ ഏതാണെന്ന് നോക്കിയിട്ട് നമ്മളത് സെലക്ട് ചെയ്യുക. എന്നിട്ട് ആ ആപ്ലിക്കേഷൻ ഫോം ഡൗൺലോഡ് ചെയ്യുക. ആ ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യുക. അതിൽ നമ്മുടെ ടാക്സ് റിട്ടേൺ അപ്ലോഡ് ചെയ്യുക. നമ്മുടെ ഡിജിറ്റൽ സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യുക. സബ്മിറ്റ് ക്ലിക്ക് ചെയ്യുക. വെരിഫിക്കേഷൻ നടത്തുക. വളരെ സിമ്പിളാണ് മക്കളെ. അപ്പോൾ ഈ ഒരു 8 പോയിന്റ് ഓർത്ത് വെച്ചോ. അപ്പം ഞാനത് ചുരുക്കി ഒന്ന് പറഞ്ഞു തരാം, നിങ്ങൾ അതേപോലെ ഒന്ന് ഓർത്ത് വെച്ചോ. നമ്മൾ സാധാരണ ഒരുപാട് ഫോമുകളും കാര്യങ്ങളൊക്കെ ഡൗൺലോഡ് ചെയ്യുകയും അത് അപ്ലൈ ചെയ്യുകയൊക്കെ ചെയ്യുന്നില്ലേ എക്സാമിനൊക്കെ, അതേപോലെ തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇ ഫയലിംഗ് ഓഫ് ഇൻകം ടാക്സ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ആദ്യം ലോഗിൻ ചെയ്യും. ഇനിയിപ്പോൾ ലോഗിൻ ഇ ഫയലിംഗ് ആപ്ലിക്കേഷൻ ഒന്നും ഓർത്തിട്ടില്ലെങ്കിലും ഒന്നാമത്തെ പോയിന്റ് നിങ്ങൾ ലോഗിൻ എഴുതി വെക്കുക. രണ്ടാമത്തെ പോയിന്റ് എന്താ, സെലക്ട് ആപ്ലിക്കേഷൻ ഫോം. അങ്ങനെ ഓർത്താൽ മതി. സെലക്ട് ആപ്ലിക്കേഷൻ ഫോം, ഇങ്ങനെയൊന്നും വേണ്ട. ആദ്യത്തതിൽ നമ്മൾ ലോഗിൻ ചെയ്യുന്നു, രണ്ടാമത്തതിൽ എന്താണ്, ആപ്ലിക്കേഷൻ ഫോം സെലക്ട് ചെയ്യുന്നു. മൂന്നാമത്തതിലോ ഡൗൺലോഡ്, അത് ഡൗൺലോഡ് ചെയ്യുന്നു. ഡൗൺലോഡ് എന്ന് ഓർത്താൽ മതി, ഡൗൺലോഡ് ചെയ്യുന്നു. നാലാമത്തതിൽ ഫില്ല് ചെയ്യുന്നു. അഞ്ചാമത്തതിൽ അപ്ലോഡ് ചെയ്യുന്നു. ആറാമത്തതിൽ ഡിജിറ്റൽ സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യുന്നു. സബ്മിറ്റ് ചെയ്യുന്നു. ഈ വെരിഫിക്കേഷൻ നടത്തുന്നു. ക്ലിയർ ആയില്ലേ? അപ്പം നമ്മൾ രണ്ടാമത്തെ എസ്സേയും പഠിച്ചു. റിക്കവറി പഠിച്ചു. വെറുതെ ഒന്ന് ഓർത്ത് നോക്കിക്കോ, ടാക്സ് റിക്കവറി എന്താണ്, അതിൻ്റെ മോഡ്സ് എന്തൊക്കെയായിരുന്നു. അറസ്റ്റ് ഉണ്ട്, പ്രോസിക്യൂഷൻ ഉണ്ട് അല്ലേ, റിക്കവറി ത്രൂ ഗാർണിഷി ഓർഡർ ഉണ്ട്, റിക്കവറി ത്രൂ സ്റ്റേറ്റ് ഗവൺമെന്റ് ഉണ്ട് അല്ലേ. അപ്പോൾ ആ ഒരു പോയിന്റ്സ് ഒക്കെ ഒന്ന് റിപ്പീറ്റ് ചെയ്ത് ഓർത്ത് വെക്കുക. ഇപ്പം രണ്ടാമത്തെ എസ്സേ എന്തായിരുന്നു, എന്താണ് ഇൻകം ടാക്സ് റിട്ടേൺ എന്നും അതിൻ്റെ സ്റ്റെപ്സുമായിരുന്നു. ഇപ്പം ഇൻകം ടാക്സ് റിട്ടേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അതൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഒരു അസസി അവരുടെ ടാക്സുമായിട്ട് ബന്ധപ്പെട്ട ഓൾ മാറ്റേഴ്സ് ഡിസ്ക്ലോസ് ചെയ്യും ആ സ്റ്റേറ്റ്മെന്റിൽ. ഏത് വർഷത്തെ, പ്രീവിയസ് ഇയറിലെ. അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പറയാം. ഇ ഫയലിംഗ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, പ്രോസസ് ഓഫ് സബ്മിറ്റിംഗ് ഇൻകം ടാക്സ് റിട്ടേൺ ത്രൂ ഓൺലൈൻ. ഓൺലൈനായിട്ട് നമ്മൾ ഇൻകം ടാക്സ് റിട്ടേൺ സബ്മിറ്റ് ചെയ്യുന്നതിനെയാണ് ഇ ഫയലിംഗ് എന്ന് പറയുന്നത്. അടുത്തതാണ് സ്റ്റെപ്സ് ഇൻവോൾവ്. ഒന്നുകൂടെ ഓർത്ത് വെച്ചോ, ഒന്ന് വെറുതെ നിങ്ങൾ പറഞ്ഞു നോക്ക് സ്റ്റെപ്സ് എന്താണെന്ന്. വീഡിയോ ഒന്ന് അവിടെ പോസ്റ്റ് ചെയ്തിട്ട് നിങ്ങളൊന്ന് പറഞ്ഞു നോക്കിക്കുക. ആദ്യം ലോഗിൻ ചെയ്യുന്നു, രണ്ടാമത് അത് സെലക്ട് ചെയ്യുന്നു ആപ്ലിക്കേഷൻ ഫോം, മൂന്നാമത് ഡൗൺലോഡ് ചെയ്യുന്നു, 4 ഫില്ല് ചെയ്യുന്നു, ഡൗൺലോഡ് ചെയ്താൽ ഫില്ല് ചെയ്യണം, അഞ്ചാമതോ അത് അപ്ലോഡ് ചെയ്യുന്നു, ആറാമത് ഡിജിറ്റൽ സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യുന്നു, ഏഴാമത് സബ്മിറ്റ് കൊടുക്കുന്നു, എട്ടാമത് ഈ വെരിഫിക്കേഷൻ നടത്തുന്നു. സിമ്പിൾ. ഇനി നമ്മൾ അടുത്ത എസ്സേയിലേക്ക് പോവാണ്. ഡിസ്ക്രൈബ് ദി വേരിയസ് ഇൻകം ടാക്സ് റിട്ടേൺ, അതായത് ടൈപ്സ് ഓഫ് ഇൻകം ടാക്സ് റിട്ടേൺ. ഇതിലെ ഓരോ ടൈപ്പും 2 മാർക്കിനും ചോദിക്കും. ആൻഡ് ഫയലിംഗ് പ്രൊസീജിയർ യൂസ്ഡ് ഇൻ ഇന്ത്യ. എന്തൊക്കെയാണ് ഇൻകം ടാക്സ് റിട്ടേണിന്റെ ടൈപ്പ് എന്നും അത് ഇ ഫയലിംഗ് നടത്തുന്നതിന്റെ പ്രൊസീജിയറുമാണ് ചോദിച്ചത്. അപ്പൊ പ്രൊസീജിയർ പല രീതിയിൽ എസ്സേ ചോദിക്കുന്നുണ്ടെന്ന് മനസ്സിലായി. അപ്പൊ നമുക്ക് ആദ്യം ഇൻകം ടാക്സ് റിട്ടേൺ എന്താണെന്നുള്ളത് എഴുതണം. ഇറ്റ് ഈസ് എ സ്റ്റേറ്റ്മെന്റ് ഇൻ വിച്ച് അസസി ഡിസ്ക്ലോസ് ഡീറ്റെയിൽസ് ഓഫ് ഇൻകം ഡ്യൂറിംഗ് ദ പ്രീവിയസ് ഇയർ ഈസ് കോൾഡ് ഇൻകം ടാക്സ് റിട്ടേൺ. അത് ഞാൻ ഇനി റിപ്പീറ്റ് ചെയ്യുന്നില്ല. 3 കീവേഡ് അതിന് നിങ്ങൾ ഓർത്തു വെക്കും. അതൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. അസസി ഡിസ്ക്ലോസ് ദി ഡീറ്റെയിൽസ് ഓഫ് ഇൻകം ഡ്യൂറിംഗ് ദി ഏത് ഇയർ, പ്രീവിയസ് ഇയർ. ഇനി നമുക്ക് 6 ടൈപ്സ് ഓഫ് ഇൻകം ടാക്സ് റിട്ടേൺ ആണ്. ഇതിലെ ടൈപ്സുകളെല്ലാം തന്നെ 2 മാർക്കിനും ചോദിക്കും കേട്ടോ. അപ്പൊ നല്ല രീതിയിൽ പഠിച്ചോ, നല്ല രീതിക്ക് ഞാൻ പറഞ്ഞു തരാം. 1 വോളണ്ടറി റിട്ടേൺ, 2 ബിലേറ്റഡ് റിട്ടേൺ, 3 റിവൈസ്ഡ് റിട്ടേൺ, 4 ലോസ് ഓഫ് റിട്ടേൺ, 5 കമ്പൽസറി റിട്ടേൺ, 6 ഡിഫക്റ്റീവ് റിട്ടേൺ. ഇപ്പൊ തന്നെ നോട്ട് എഴുതി വെച്ച് അത് ബൈ ഹാർട്ട് ചെയ്തോ, അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു 2 പ്രാവശ്യം വീഡിയോ പോസ് ചെയ്ത് 2 പ്രാവശ്യം അത് വായിച്ച് മനസ്സിലൊന്ന് പറഞ്ഞു നോക്കുക. സംഭവം സെറ്റായി. ഒന്നാമത്തത് വോളണ്ടറി റിട്ടേൺ ആണ്, രണ്ടാമത്തത് ബിലേറ്റഡ് റിട്ടേൺ ആണ്, മൂന്നാമത്തത് റിവൈസ്ഡ് റിട്ടേൺ, 4 ലോസ് ഓഫ് റിട്ടേൺ, 5 കമ്പൽസറി റിട്ടേൺ, 6 ഡിഫക്റ്റീവ് റിട്ടേൺ. ആദ്യം തന്നെ വോളണ്ടറി റിട്ടേൺ. വോളണ്ടറി റിട്ടേൺ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് ഇൻകം ടാക്സ് റിട്ടേൺ. ഈ 6 റിട്ടേൺ ചോദിച്ചാലും ആദ്യത്തെ ലൈന് നിങ്ങൾ
എന്തെഴുതണം? ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് ഇൻകം ടാക്സ് റിട്ടേൺ. സെറ്റ്. ഒരു സെന്റൻസ് എഴുതാൻ നിങ്ങൾക്ക് ഓക്കെ ആയി. ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽഡ് ബൈ ആൻ ഇൻഡിവിജ്വൽ ബിഫോർ ഡ്യൂ ഡേറ്റ് ഈസ് കോൾഡ് വോളണ്ടറി റിട്ടേൺ. ബിഫോർ ഡ്യൂ ഡേറ്റ്, അതൊന്ന് ഹൈലൈറ്റ് ചെയ്ത് പഠിച്ചോളൂ. ബിഫോർ ഡ്യൂ ഡേറ്റ്. സംഭവം മനസ്സിലാവാത്തവർക്കുണ്ടെങ്കിൽ ഞാനൊരു ചെറിയ എക്സാമ്പിളിലൂടെ പറഞ്ഞു തരാം. നിങ്ങളോട് നിങ്ങളുടെ ടീച്ചർ മാർച്ച് 28 അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാൻ പറഞ്ഞു. നിങ്ങൾ 28 മുമ്പേ അസൈൻമെന്റ് അങ്ങ് സബ്മിറ്റ് ചെയ്തു. അതാണ് വോളണ്ടറി റിട്ടേൺ. അതായത് ബിഫോർ ദ ഡ്യൂ ഡേറ്റ്. ഡ്യൂ ഡേറ്റിന് മുമ്പേ തന്നെ നിങ്ങൾ എന്ത് ചെയ്തു? അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്തു. അതേപോലെ തന്നെ അസസി അവരുടെ അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വൽ അവരുടെ ഇൻകം ടാക്സ് റിട്ടേൺ ഡ്യൂ ഡേറ്റിന് മുന്നേ സബ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് വോളണ്ടറി റിട്ടേൺ. അപ്പൊ അവിടെ ഓർത്തു വെക്കേണ്ട ഒരേ ഒരു കീ വേർഡ് എന്താണ്? ബിഫോർ ദി ഡ്യൂ ഡേറ്റ്. ബിഫോർ ദി ഡ്യൂ ഡേറ്റ്, ഡ്യൂ ഡേറ്റിന് മുമ്പ്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വോളണ്ടറി റിട്ടേൺ. അപ്പൊ നമ്മൾ ഒന്നാമത്തെ റിട്ടേണിന്റെ പേര് പഠിച്ചു. എന്താണ്? വോളണ്ടറി റിട്ടേൺ ആണ്. ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് ഇൻകം ടാക്സ് റിട്ടേൺ ഫിൽഡ് ബൈ, എല്ലാ റിട്ടേണും ആരാ ഫിൽ ചെയ്യുക? ഒരു ഇൻഡിവിജ്വൽ അല്ലേ, അല്ലെ ബിസിനസ്. ഫിൽഡ് ബൈ ആൻ ഇൻഡിവിജ്വൽ ബിഫോർ ദ ഡ്യൂ ഡേറ്റ് ഈസ് കോൾഡ് വോളണ്ടറി റിട്ടേൺ. വോളണ്ടറി റിട്ടേൺ അതാണ്. അതായത് ഇങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. നിങ്ങളോട് മിസ് അല്ലെങ്കിൽ നിങ്ങളുടെ ടീച്ചർ സാറ് മാർച്ച് 28 അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാൻ പറഞ്ഞു. നിങ്ങൾ 28 മുന്നേ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്തു. അതിനെയാണെന്ന് പറയുന്നത് വോളണ്ടറി റിട്ടേൺ എന്ന് പറയുന്നത്. അതായത് ഇൻകം ടാക്സ് റിട്ടേൺ നമ്മൾ ഡ്യൂ ഡേറ്റിന് മുമ്പ് ഫയൽ ചെയ്യുന്നതിനെയാണ് വോളണ്ടറി റിട്ടേൺ. അടുത്തത് ബിലേറ്റഡ് റിട്ടേൺ. അപ്പൊ നമുക്ക് അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. നിങ്ങളോട് നിങ്ങളുടെ ടീച്ചർ മാർച്ച് 28 അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാൻ പറഞ്ഞു. പക്ഷെ നിങ്ങൾ 28 ശേഷമാണ് സബ്മിറ്റ് ചെയ്യുന്നത്. ആഫ്റ്റർ ഡ്യൂ ഡേറ്റ്, ഡ്യൂ ഡേറ്റിന് ശേഷം. അപ്പൊ ബിലേറ്റഡ്. നമ്മൾ ചില ആളുകളെ ബർത്ത്ഡേ വിഷ് ചെയ്യാറില്ലേ, പെട്ടെന്ന് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസം ഒക്കെ ബിലേറ്റഡ് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ബിലേറ്റഡ് റിട്ടേൺ എന്ന് പറയുന്നത്. ഓക്കെ, അതിന് ശേഷം, ലേറ്റ് ആയി. അതായത് ലേറ്റ് ആയി എന്നുള്ള ആ ഒരു ടേം തന്നെ അവിടെ ഉണ്ട്. ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽഡ് ബൈ ആൻ ഇൻഡിവിജ്വൽ ആഫ്റ്റർ ഡ്യൂ ഡേറ്റ് ഈസ് കോൾഡ് ബിലേറ്റഡ് റിട്ടേൺ. ബിലേറ്റഡ് റിട്ടേൺ ഒക്കെ 2 മാർക്കിനും ചോദിക്കാറുണ്ട്. ക്വസ്റ്റ്യൻ പേപ്പർ ആവശ്യമുള്ളവർ, എനിക്ക് കഴിഞ്ഞ 4 വർഷത്തെ ക്വസ്റ്റ്യൻ്റെ സീരീസ് എൻ്റെ കയ്യിലുണ്ട്. ആവശ്യമുള്ളവർ സ്ക്രീനിൽ താഴെ കാണിക്കുന്ന നമ്പർ, ഈ ഒരു വീഡിയോയുടെ അവസാനം എൻ്റെ നമ്പർ കാണിക്കും, അതിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി. മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഈ PDF അതുപോലെ തന്നെ ടാക്സ് ആൻഡ് GSTയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറും പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതെല്ലാം ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. ഓക്കെ, ഇപ്പൊ നമ്മൾ 2 ടൈപ്സ് ഓഫ് റിട്ടേൺ പഠിച്ചു. ഒന്ന് പറഞ്ഞു നോക്കൂ. ആദ്യത്തേത് വോളണ്ടറി റിട്ടേൺ ആണ്. വോളണ്ടറി റിട്ടേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിഫോർ ഡ്യൂ ഡേറ്റ്, അത് ഓർത്താൽ മതി. അതുപോലെ ബിലേറ്റഡ് റിട്ടേണോ ആഫ്റ്റർ ഡ്യൂ ഡേറ്റ്. അടുത്തതാണ് റിവൈസ്ഡ് റിട്ടേൺ. റിവൈസ്ഡ് റിട്ടേൺ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മിസ് നിങ്ങളോട് 28 അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാൻ പറഞ്ഞു ടീച്ചർ. പക്ഷേ നിങ്ങളത് സബ്മിറ്റ് ഒക്കെ ചെയ്തു, പക്ഷേ അതിൽ തെറ്റുണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾ അത് എന്ത് ചെയ്യാണ്? അത് റെക്ടിഫൈ ചെയ്ത് തെറ്റ് തിരുത്തി നിങ്ങൾ എന്ത് ചെയ്യാണ്? പുതിയൊരു കറക്റ്റഡ് അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാണ്. അതേ രീതിയിലാണ് റിവൈസ്ഡ് റിട്ടേണും. ഒരു അസസി അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വൽ റിട്ടേൺ ഒക്കെ ഫയൽ ചെയ്തു, പക്ഷേ അതിൽ മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു, അതിൽ എറേഴ്സും ഒമിഷനും ഉണ്ടായിരുന്നു. അതെല്ലാം അതിലെ തെറ്റുകളും അല്ലെങ്കിൽ വിട്ടുപോയ കാര്യങ്ങളൊക്കെ റെക്ടിഫൈ ചെയ്ത് നിങ്ങൾ പുതിയ ഒന്ന് കറക്റ്റഡ് റിട്ടേൺ നിങ്ങൾ ഫയൽ ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് റിവൈസ്ഡ് റിട്ടേൺ എന്ന് പറയുന്നത്. അപ്പോൾ ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് ഇൻകം ടാക്സ് റിട്ടേൺ. ഇറ്റ് ഈസ് ദി കറക്റ്റഡ് ടാക്സ് റിട്ടേൺ. കറക്റ്റഡ് ടാക്സ് റിട്ടേൺ, ഒറിജിനലിനെ കറക്റ്റ് ചെയ്തിട്ടുള്ളതാണത്. 4മത്തതാണ് റിട്ടേൺ ഓഫ് ലോസ്. ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽഡ് ടു റിപ്പോർട്ട് ബിസിനസ് ലോസ്. ബിസിനസ്സിൽ ലോസ് ഉണ്ടാവുകയാണെങ്കിൽ, അപ്പൊ റിട്ടേൺ ഓഫ് ലോസ് എന്ന് പറഞ്ഞാൽ ബിസിനസ്സിൽ ലോസ് ഉണ്ടാവുകയാണെങ്കിൽ അത് ഫയൽ ചെയ്യുന്നതിനെയാണ് റിട്ടേൺ ഓഫ് ലോസ് എന്ന് പറയുന്നത്. അപ്പോൾ ബിസിനസ്സിൽ പ്രോഫിറ്റ് ഉണ്ടാകുമ്പോഴായിരിക്കും നമ്മൾ ടാക്സ് അടയ്ക്കേണ്ടി വരിക. പക്ഷേ എന്താ, ലോസ് ഉണ്ടാകുമ്പോഴും നമ്മൾ എന്ത് ഫയൽ ചെയ്യണം? റിട്ടേൺ ഫയൽ ചെയ്യണം. അതിനെയാണ് റിട്ടേൺ ഓഫ് ലോസ് എന്ന് പറയുന്നത്. അടുത്തതാണ് കമ്പൽസറി റിട്ടേൺ. കമ്പൽസറി റിട്ടേൺ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് റിട്ടേൺ. ഇറ്റ് മസ്റ്റ് ബി ഫയൽഡ് ബൈ ആൻ ഇൻഡിവിജ്വൽ ഓർ ബിസിനസ് ബിക്കോസ് ഓഫ് ദെയർ ഇൻകം എക്സീഡ്സ് സർട്ടൈൻ ത്രെഷോൾഡ്. നമ്മുടെ ഇൻകം ആ ഒരു ഇൻകം ടാക്സ് ആക്ട് പ്രകാരമുള്ള ലിമിറ്റിനേക്കാൾ എക്സീഡ് ചെയ്യുകയാണെങ്കിൽ ആ ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ ബിസിനസ് ഫയൽ ചെയ്യണം. മസ്റ്റായിട്ടും ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യണം. അപ്പോൾ കമ്പൽസറി റിട്ടേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇൻഡിവിജ്വലോ അല്ലെങ്കിൽ ഒരു ബിസിനസ്സോ മസ്റ്റായിട്ടും അവരുടെ ആ ഒരു ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്നതിനെയാണ് കമ്പൽസറി റിട്ടേൺ എന്ന് പറയുന്നത്. അടുത്തതാണ് ഡിഫക്റ്റീവ് റിട്ടേൺ. ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് ഇൻകം ടാക്സ് റിട്ടേൺ. ഇറ്റ് ഈസ് ഇൻകംപ്ലീറ്റ്, ഇൻകറക്റ്റ് ഓർ മിസ്സിംഗ് റിക്വയർഡ് ഇൻഫർമേഷൻ. അതായത്
നിങ്ങൾ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്തു, 28-ാം തീയതിയൊക്കെ സബ്മിറ്റ് ചെയ്തു, പക്ഷെ അതിലെന്താണ്, ഇൻകറക്റ്റ് ആണ്, തെറ്റാണ്, മിസ്സിംഗ് ഉണ്ട്, വേണ്ടപ്പെട്ട കാര്യങ്ങളൊന്നും അതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല, ഇൻകംപ്ലീറ്റ്, അപൂർണമാണ്. ആ ഒരു സാഹചര്യത്തിലുള്ള ആ ഒരു സിറ്റുവേഷൻ പോലെയാണ് ഡിഫക്റ്റീവ് റിട്ടേണും. അതായത് ഇൻകറക്റ്റും ഇൻകംപ്ലീറ്റും മിസ്സിങ്ങുമായിട്ടുള്ള ഇൻഫർമേഷനാണ് നമ്മൾ ഫയൽ ചെയ്തതെങ്കിൽ അതിനെയാണ് ഡിഫക്റ്റീവ് റിട്ടേൺ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇൻകം ടാക്സ് റിട്ടേണിന്റെ 6 ടൈപ്പും പഠിച്ചു. ഒന്നുകൂടി അതൊന്ന് സെറ്റാക്കി തരാം. ആദ്യത്തത് വോളണ്ടറി റിട്ടേൺ. വോളണ്ടറി റിട്ടേൺ എന്ന് പറഞ്ഞാൽ ഒന്ന് പറഞ്ഞു നോക്കൂ. ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് റിട്ടേൺ ഫയൽഡ് ബൈ ആൻ ഇൻഡിവിജ്വൽ ബിഫോർ ഡ്യൂ ഡേറ്റ്. രണ്ടാമത്തത് ബിലേറ്റഡ് റിട്ടേൺ. ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽഡ് ബൈ ആൻ ഇൻഡിവിജ്വൽ ആഫ്റ്റർ ഡ്യൂ ഡേറ്റ്. റിവൈസ്ഡ് റിട്ടേൺ. ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് ഇൻകം ടാക്സ് റിട്ടേൺ. ഇറ്റ് ഈസ് ദി കറക്റ്റഡ് ഇൻകം ടാക്സ് റിട്ടേൺ. റിട്ടേൺ ഓഫ് ലോസ്. ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് ഇൻകം ടാക്സ് റിട്ടേൺ. ബിസിനസ് ഹാസ് ലോസ്, ബിസിനസ്സിന് ലോസ് ആണ് ഉണ്ടാവുമെങ്കിൽ. കമ്പൽസറി റിട്ടേണോ മസ്റ്റ് ആയിട്ടും ഫില്ല് ചെയ്യേണ്ട റിട്ടേൺ, ഫയൽ ചെയ്യേണ്ട റിട്ടേൺ. ഡിഫക്റ്റീവ് റിട്ടേണോ ഇൻകംപ്ലീറ്റോ ഇൻകറക്റ്റോ അല്ലെങ്കിൽ മിസ്സിംഗ് റിക്വയർഡ് ഇൻഫർമേഷനോ വരികയാണെങ്കിൽ അതാണ് ഡിഫക്റ്റീവ് റിട്ടേൺ. ആ എസ്സേയിൽ കൂടെ ഒരു കാര്യം കൂടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്നതിൻ്റെ ഇന്ത്യയിലെ പ്രൊസീജിയർ. ഓൾറെഡി പഠിച്ചല്ലോ. ലോഗിൻ ചെയ്യുക, സെലക്ട് ചെയ്യുക ആപ്ലിക്കേഷൻ ഫോം, അത് ആപ്ലിക്കേഷൻ ഫോം ഡൗൺലോഡ് ചെയ്യുക, ഫില്ല് ചെയ്യുക, അപ്ലോഡ് ചെയ്യുക, ഡിജിറ്റൽ സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യുക, സബ്മിറ്റ് കൊടുക്കുക, ഈ വെരിഫിക്കേഷൻ നടത്തുക. അടുത്തതാണ് വാട്ട് ഈസ് അസസ്മെന്റ്, വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അസസ്മെന്റ്. ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്, അസസ്മെന്റും അതിൻ്റെ ടൈപ്സും. ആദ്യം തന്നെ അസസ്മെന്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഇറ്റ് മീൻസ് കമ്പ്യൂട്ടേഷൻ ഓഫ് ടോട്ടൽ ഇൻകം ആൻഡ് ഡിറ്റർമിനേഷൻ ഓഫ് ടാക്സ് പേബിൾ ബൈ ദി അസസി. അങ്ങനെയൊന്നും പഠിക്കണം എന്നില്ല. അസസ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പ്യൂട്ടേഷൻ ഓഫ് ടോട്ടൽ ഇൻകം ആൻഡ് ടാക്സ് ലാബിലിറ്റി ഓഫ് ആൻ അസസി. ഒരു അസസിയുടെ ടോട്ടൽ ഇൻകവും ടാക്സ് ലാബിലിറ്റിയും കണ്ടുപിടിക്കുന്ന ആ ഒരു മെത്തേഡിനെ അല്ലെങ്കിൽ ആ ഒരു പ്രോസസ്സിനെയാണ് അസസ്മെന്റ് എന്ന് പറയുന്നത്. അസസ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് മീൻസ് കമ്പ്യൂട്ടേഷൻ ഓഫ് ടോട്ടൽ ഇൻകം ആൻഡ് ടാക്സ് ലാബിലിറ്റി. അതിന് ഞാൻ ഒന്നുകൂടെ ഷോർട്ട് ആക്കിയിട്ടുണ്ട് കേട്ടോ, അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോ. അസസ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് മീൻസ് കമ്പ്യൂട്ടേഷൻ ഓഫ് ടോട്ടൽ ഇൻകം ആൻഡ് ടാക്സ് ലാബിലിറ്റി ഓഫ് ആൻ അസസി. ഒരു അസസിയുടെ ടോട്ടൽ ഇൻകവും ടാക്സ് ലാബിലിറ്റിയും കമ്പ്യൂട്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് അസസ്മെന്റ് എന്ന് പറയുന്നത്. 5 രീതിയിലുള്ള അസസ്മെന്റ് ആണുള്ളത്. ഒന്ന് സെൽഫ് അസസ്മെന്റ് ആണ്. രണ്ടാമത്തത് അസസ്മെന്റ് ഓൺ ദ ബേസിസ് ഓഫ് റിട്ടേൺ, റിട്ടേണിന്റെ അടിസ്ഥാനത്തിലുള്ള അസസ്മെന്റ് ആണ്. മൂന്നാമത്തത് റെഗുലർ അസസ്മെന്റ് ആണ്. അത് 2 രീതിയിലുണ്ട്, എവിഡൻസും ബെസ്റ്റ് ജഡ്ജ്മെന്റ് അസസ്മെന്റും. നാലാമത്തത് റീ അസസ്മെന്റ് ആണ്. അഞ്ചാമത്തത് പ്രൊട്ടക്റ്റീവ് അസസ്മെന്റ് ആണ്. അപ്പൊ അസസ്മെന്റിന്റെ പേരൊന്ന് ന്യൂസ് പ്രിന്റിലോ എവിടെയെങ്കിലും പേപ്പറിൽ എഴുതിയിട്ട് ഒന്ന് പഠിച്ചോളൂ. സെൽഫ് അസസ്മെന്റ്, അസസ്മെന്റ് ഓൺ ദ ബേസിസ് ഓഫ് റിട്ടേൺ, റെഗുലർ അസസ്മെന്റ്, റീ അസസ്മെന്റ്, പ്രൊട്ടക്റ്റീവ് അസസ്മെന്റ്. ഇനി ഓരോന്നും എന്താണെന്ന് പറഞ്ഞു തരാം. സെൽഫ് അസസ്മെന്റ് എന്ന് പറഞ്ഞാൽ അസസി സ്വന്തമായിട്ട് അസസ് ചെയ്യുക. അതായത് അസസി കമ്പ്യൂട്ട് ഹിസ് ടാക്സ് ലാബിലിറ്റി ആൻഡ് ഇൻകം ടാക്സ് സെൽഫായിട്ട്, അതിനെയാണ് സെൽഫ് അസസ്മെന്റ് എന്ന് പറയുന്നത്. ടാക്സ് പെയർ കാൽക്കുലേറ്റ് പേയ്സ് ദെയർ ഓൺ ടാക്സ്. അടുത്തത് അസസ്മെന്റ് ഓൺ ദ ബേസിസ് ഓഫ് റിട്ടേൺ, റിട്ടേണിന്റെ അടിസ്ഥാനത്തിലുള്ള അസസ്മെന്റ്. അതായത് ടാക്സ് അതോറിറ്റി അസസ് ടാക്സ് ലാബിലിറ്റി ബേസ്ഡ് ഓൺ ദ ഇൻഫർമേഷൻ പ്രൊവൈഡഡ് ബൈ ദ ടാക്സ് പെയർ. അതായത് ടാക്സ് അതോറിറ്റി ആ ഒരു ടാക്സ് പെയർ കൊടുത്തിട്ടുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ അസസ്മെന്റ് നടത്തുകയാണെങ്കിൽ അതിനെയാണ് അസസ്മെന്റ് ഓൺ ദ ബേസിസ് ഓഫ് റിട്ടേൺ. അതായത് ടാക്സ് അടയ്ക്കുന്ന ആളുണ്ടല്ലോ, അസസി ഉണ്ടല്ലോ, അസസി തന്നെ ആവണമെന്നില്ല എല്ലാ കേസിലും. ആ ടാക്സ് പെയർ എന്ത് ചെയ്യാണ്, ആ ഒരു റിട്ടേൺ സബ്മിറ്റ് ചെയ്തു. അങ്ങനെ റിട്ടേൺ സബ്മിറ്റ് ചെയ്തിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ അതിലെ ഇൻഫർമേഷൻ വെച്ചുകൊണ്ട് ടാക്സ് അതോറിറ്റി അസസ്മെന്റ് നടത്തുകയാണെങ്കിൽ അതിനെയാണ് അസസ്മെന്റ് ഓൺ ദ ബേസിസ് ഓഫ് റിട്ടേൺ എന്ന് പറയുന്നത്. റെഗുലർ അസസ്മെന്റ് എന്ന് പറഞ്ഞാൽ എവിഡൻസിൻ്റെയോ അല്ലെങ്കിൽ ബെസ്റ്റ് ജഡ്ജ്മെന്റിൻ്റെയോ അടിസ്ഥാനത്തിൽ നടത്തുന്ന അസസ്മെന്റിനെയാണ് റെഗുലർ അസസ്മെന്റ് എന്ന് പറയുന്നത്. റീ അസസ്മെന്റ് എന്ന് പറഞ്ഞാൽ റീവാല്യുവേഷൻ ആണ്. ടാക്സ് അതോറിറ്റി റീ ഇവാലുവേറ്റ് ടാക്സ് പെയർ, റീ ഇവാലുവേറ്റ് പുനഃപരിശോധനയ്ക്ക് വിധേയമാക്കും ടാക്സ് പെയറുടെ ഇൻകവും ലാബിലിറ്റിയും. അതായത് റീ അസസ്മെന്റ് കൊടുത്തിരിക്കുന്ന വിവരങ്ങളിൽ എന്തെങ്കിലും എറേഴ്സോ ഒമിഷനോ വരികയാണെങ്കിൽ അതിനെ എന്ത് ചെയ്യും, പുനർ വാല്യുവേഷൻ നടത്തും. അതിനെയാണ് റീ അസസ്മെന്റ്. ദെൻ പ്രൊട്ടക്റ്റീവ് അസസ്മെന്റ് ഇമ്പോർട്ടൻ്റ് ആണ്. പ്രൊട്ടക്റ്റീവ് അസസ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാക്സ് അതോറിറ്റി മേക്ക് ആൻ അസസ്മെന്റ് ടു പ്രൊട്ടക്ട് റവന്യൂ ഇൻട്രസ്റ്റ് യൂഷ്വലി വെൻ ദർ ഈസ് എ ഡിസ്പ്യൂട്ട് ഓർ uncertainty between taxpayers' income and tax liability is called
ടാക്സ് കൊടുക്കുന്ന വ്യക്തിയുടെ ഇൻകവും അയാളുടെ ടാക്സ് ലാബിലിറ്റിയും തമ്മിൽ എന്തെങ്കിലും ഒരു ഡിസ്പ്യൂട്ടോ അല്ലെങ്കിൽ ഒരു അനിശ്ചിതത്വം അൺസെർട്ടൈനിറ്റിയോ വന്നു കഴിഞ്ഞാൽ അത്തരം സാഹചര്യങ്ങളിൽ അവരുടെ ആ ഒരു റവന്യൂ ഇൻട്രസ്റ്റ് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അസസ്മെൻറ്റിനെയാണ് പ്രൊട്ടക്റ്റീവ് അസസ്മെൻ്റ് എന്ന് പറയുന്നത്. അത് നന്നായിട്ട് പഠിച്ചോട്ടോ. ഒന്നുകൂടെ പറഞ്ഞു തരാം. റവന്യൂ ഇൻട്രസ്റ്റ് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പ്രൊട്ടക്റ്റീവ് അസസ്മെൻറ്റ്. ഏത് സാഹചര്യത്തിലാണ്? ആ ടാക്സ് പേയറുടെ ഇൻകവും ടാക്സ് ലാബിലിറ്റിയും തമ്മിൽ എന്തെങ്കിലും തരത്തിലുള്ള ഡിസ്പ്യൂട്ടോ അൺസെർട്ടൈനിറ്റിയോ വരികയാണെങ്കിൽ അത്തരം സാഹചര്യത്തിലുള്ള ആ ഒരു അസസ്മെൻറ്റിനെയാണ് പ്രൊട്ടക്റ്റീവ് അസസ്മെൻ്റ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഈ മൊഡ്യൂളിലെ 5 മാർക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. ഷോർട്ട് എസ്സേ ആയിട്ട് ചോദിക്കുന്നത്. പലപ്പോഴും കണ്ടുവരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ലിസ്റ്റ് ഔട്ട് ദി ഇൻകം ടാക്സ് അതോറിറ്റീസ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ഇൻകം ടാക്സ് അതോറിറ്റീസിനെ കുറിച്ച് എഴുതാൻ വേണ്ടിയിട്ട്. ഇതിന് എക്സ്പ്ലനേഷൻ വേണ്ട. ഇത് ചോദിച്ചാൽ ഇൻകം ടാക്സ് അതോറിറ്റീസ് ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞ ഹെഡിങ് കൊടുത്ത് ഒരു 6 or 7 ടാക്സ് അതോറിറ്റിയുടെ പേരെഴുതുക. ഇറ്റ്സ് വെരി സിമ്പിൾ. കൂടെ ഓർത്ത് വെച്ചെന്ന് പറഞ്ഞു നോക്കൂ. ഒന്നാമത്തത് CBDT, സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്റ്റ് ടാക്സ്. അതെല്ലാവർക്കും അറിയുന്നതാണ്. അതാണ് CBDT, സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്റ്റ് ടാക്സ്. രണ്ടാമത്തത് ഡയറക്ടർ ജനറൽ ഓഫ് ഇൻകം ടാക്സ്, ഇൻകം ടാക്സിൻ്റെ ഡയറക്ടർ ജനറൽ. മൂന്നാമത്തത് ഡയറക്ടർ ഓഫ് ഇൻകം ടാക്സ്. ഡയറക്ടർ ജനറൽ ഉണ്ട്, ഡയറക്ടർ ഉണ്ട്, അഡീഷണൽ ഡയറക്ടർ ഉണ്ട്, ജോയിന്റ് ഡയറക്ടർ ഉണ്ട്, ഡെപ്യൂട്ടി ഡയറക്ടർ ഉണ്ട്, അസിസ്റ്റന്റ് ഡയറക്ടർ ഉണ്ട്. പിന്നെ ഇൻകം ടാക്സ് ഓഫീസേഴ്സും ടാക്സ് റിക്കവറി ഓഫീസറും ഇൻസ്പെക്ടറും. അപ്പം അതൊന്നും ഓർത്തില്ലെങ്കിലും 6 എളുപ്പത്തിൽ പഠിക്കാം. ഡയറക്ടർ, അഡീഷണൽ ഡയറക്ടർ, ജോയിന്റ് ഡയറക്ടർ, ഡെപ്യൂട്ടി ഡയറക്ടർ, അസിസ്റ്റന്റ് ഡയറക്ടർ, ഇൻകം ടാക്സ് ഓഫീസർ. ഓക്കെ, അപ്പം അത് സെറ്റായി. അടുത്തതാണ് റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ CBDT. 5 മാർക്കിന് CBDTനെ കുറിച്ച് ചോദിച്ചാൽ ഇത്രയും എഴുതിയാൽ പോരാ. അതിൻ്റെ താഴെയുള്ള ഇൻകം ടാക്സ് അതോറിറ്റീസിൻ്റെ പവറും കൂടെ എഴുതി വെക്കണം. അപ്പോൾ നമുക്ക് CBDT 2 മാർക്കിന് ചോദിച്ചാൽ ഇത്രയും മതി. ഇറ്റ് ഈസ് ദ ഹയസ്റ്റ് അതോറിറ്റി ഓഫ് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ്. ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിലെ, ഇന്ത്യയിലെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിലെ ഏറ്റവും ഹയസ്റ്റ് അതോറിറ്റിയെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത്. അപ്പോൾ സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്റ്റ് ടാക്സ് അഥവാ CBDT എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഹയസ്റ്റ് അതോറിറ്റി ഓഫ് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ്. ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിലെ ഹയസ്റ്റ് അതോറിറ്റിയാണിത്. ഇറ്റ് മേക്സ് റൂൾസ് ആൻഡ് ഇഷ്യൂസ് ഇൻസ്ട്രക്ഷൻ ടു അതർ ഇൻകം ടാക്സ് അതോറിറ്റീസ്. മറ്റ് ഇൻകം ടാക്സ് അതോറിറ്റീസിനെല്ലാം തന്നെ കൃത്യമായ ഇൻസ്ട്രക്ഷൻസ് ഇഷ്യൂ ചെയ്യുകയും അതുപോലെ ആ ഒരു ടാക്സുമായിട്ട് ബന്ധപ്പെട്ട റൂൾസ് മേക്ക് ചെയ്യുകയും ചെയ്യുന്ന ആ ഒരു ഹയസ്റ്റ് അതോറിറ്റിയെയാണ് നമ്മൾ CBDT അഥവാ സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ CBDTൻ്റെ ഫുൾ ഫോം ഓർത്ത് വെക്കുക. അതൊരു ഇൻകം ടാക്സ് അതോറിറ്റി ഇൻ ഇന്ത്യ ആണ്. CBDT, സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്റ്റ് ടാക്സ്. അതെന്താണ്? ഹയസ്റ്റ്. അതൊക്കെ ഓരോ മാർക്കാണ്. CBDTയുടെ ഫുൾ ഫോം എഴുതിയാൽ 1/2 മാർക്കായി. എന്താണ് ഹയസ്റ്റ് അതോറിറ്റി എന്ന് എഴുതിയാൽ 1/2 മാർക്കായി, 1 മാർക്കായി 2 മാർക്കിന് ചോദിക്കുകയാണെങ്കിൽ. അതുപോലെ തന്നെ അവരാണ് റൂൾ മേക്ക് ചെയ്യുന്നത്, അവരാണ് ഇൻസ്ട്രക്ഷൻ ഇഷ്യൂ ചെയ്യുന്നത്. 2 മാർക്ക് സെറ്റായി. ഇനി നമുക്ക് നോക്കാം, വാട്ട് ആർ ദി ജനറൽ പവേഴ്സ് ഓഫ് ഇൻകം ടാക്സ് അതോറിറ്റീസ്. ഇൻകം ടാക്സ് അതോറിറ്റിയുടെ ജനറൽ പവേഴ്സ് എന്തൊക്കെയാണ്? പവർ ഓഫ് സെർച്ച് ആൻഡ് സീസർ, പവർ ടു കോൾ ഇൻ ഫോർ ഇൻഫർമേഷൻ, പവർ ടു കളക്ട് ഇൻഫർമേഷൻ, പവർ ഓഫ് സർവേ, പവർ ടു റിക്വസ്റ്റ് ബുക്സ് ഓഫ് അക്കൗണ്ട്, ദെൻ പവർ ടു ഇൻസ്പെക്ട് രജിസ്റ്റേഴ്സ് ഓഫ് കമ്പനീസ്. അപ്പോൾ ഇതൊക്കെയാണ് ജനറൽ പവേഴ്സ് ഓഫ് ഇൻകം ടാക്സ് അതോറിറ്റി അല്ലെങ്കിൽ CBDT. ഒന്നെന്താണ്? പവർ ഓഫ് സെർച്ച്, പവർ ഓഫ് സർവേ. 2 പഠിച്ചല്ലോ. പവർ ഓഫ് സെർച്ച് അങ്ങനെ എഴുതി വെച്ചോ. പവർ ഓഫ് സെർച്ചും പവർ ഓഫ് സർവേയും. പവർ ടു കോൾ ഇൻഫർമേഷനും പവർ ടു കളക്ട് ഇൻഫർമേഷനും 4 ആയി. പവർ ടു റിക്വസ്റ്റ് ബുക്ക് ഓഫ് അക്കൗണ്ടും പവർ ടു ഇൻസ്പെക്ട് ബുക്ക് ഓഫ് അക്കൗണ്ടും. അങ്ങനെ മതി. ഓക്കെ, ഇപ്പോൾ സെറ്റായി. ഇനി വാട്ട് ആർ ദ പ്രൊവിഷൻ ഫോർ അഡ്വാൻസ് പേയ്മെന്റ് ഓഫ് ടാക്സ്. ടാക്സിന്റെ അഡ്വാൻസ് പേയ്മെന്റ് നടത്തുന്നതുമായിട്ട് ബന്ധപ്പെട്ട പ്രൊവിഷൻസ് എന്തൊക്കെയാണ്? ഇതും ഒട്ടുമിക്ക ക്വസ്റ്റ്യനിലും ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ. ഞാൻ ഈ മൊഡ്യൂൾ ആദ്യം തന്നെ ക്ലാസ് തരാൻ കാരണം ഈ മൊഡ്യൂൾ മതി പാസ്സാവാൻ. അപ്പം നിങ്ങൾ ഈ മൊഡ്യൂളിലെ എല്ലാ കാര്യങ്ങളും പഠിച്ചു വെക്കുക. അഡ്വാൻസ് പേയ്മെന്റ് ഓഫ് ടാക്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് മീൻസ് ബീയിങ് എ പാർട്ട് ഓഫ് ടാക്സ് ലാബിലിറ്റി ബിഫോർ ദി എൻഡ് ഓഫ് എ ഫിനാൻഷ്യൽ ഇയർ. ഒരു ഫിനാൻഷ്യൽ ഇയർ അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ ഒരു ടാക്സ് പെയർ അവരുടെ ടാക്സ് ലാബിലിറ്റിയുടെ ഒരു പാർട്ട് പേ ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് അഡ്വാൻസ് പേയ്മെന്റ് ഓഫ് ടാക്സ് എന്ന് പറയുന്നത്. ഇറ്റ് മീൻസ് പേയിങ് എ പാർട്ട് ഓഫ് ടാക്സ് ലാബിലിറ്റി ബിഫോർ ദി എൻഡ് ഓഫ് ദ ഫിനാൻഷ്യൽ ഇയർ. ഫിനാൻഷ്യൽ ഇയർ അവസാനിക്കുന്നതിന് മുമ്പ് ടാക്സ് പെയർ ടാക്സ് ലാബിലിറ്റിയുടെ ഒരു പാർട്ട് പേ ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് അഡ്വാൻസ് പേയ്മെന്റ് ഓഫ് ടാക്സ് എന്ന് പറയുന്നത്. ഇറ്റ് മീൻസ് പേയിങ് എ പാർട്ട് ഓഫ് ടാക്സ് ലാബിലിറ്റി ബിഫോർ ദി എൻഡ് ഓഫ് ഫിനാൻഷ്യൽ ഇയർ. ഇനി നമുക്ക് അതിൻ്റെ പ്രൊവിഷൻസ് നോക്കാം. ഒന്ന് എലിജിബിലിറ്റിയാണ്.
എലിജിബിലിറ്റിയിൽ പറയുന്നത് ഇൻഡിവിജ്വൽ ആൻഡ് ബിസിനസ്സസ് വിത്ത് എസ്റ്റിമേറ്റഡ് ടാക്സ് ലാബിലിറ്റി മോർ ദാൻ 10,000. അതായത് 10,000 കൂടുതലാണ് ടാക്സ് ലാബിലിറ്റി എങ്കിൽ അവർക്കാണ് എന്ത് ചെയ്യാൻ പറ്റുക, അഡ്വാൻസ് പേയ്മെന്റ് ഓഫ് ടാക്സ് നടത്താൻ പറ്റുക. അതിന്റെ ഡ്യൂ ഡേറ്റ് ഉണ്ട്. ജൂൺ 15-നാണെങ്കിൽ 15%, സെപ്റ്റംബർ 15-നാണെങ്കിൽ 45%, ഡിസംബർ 15-നാണെങ്കിൽ 75%, മാർച്ച് 15-നാണെങ്കിൽ 100%മാണ് അതിൻ്റെ ഡ്യൂ ഡേറ്റ് വരുന്നത്. എലിജിബിലിറ്റി എന്താണ്? ടാക്സ് ലാബിലിറ്റി 10,000 കൂടുക. ഡ്യൂ ഡേറ്റുകൾ ഏതൊക്കെയാണ്? ജൂണ്, സെപ്റ്റംബർ, ഡിസംബർ, മാർച്ച് 15. അതിൻ്റെ റേറ്റ് നോക്കി വെക്കുക. പേയ്മെന്റ് എങ്ങനെയാണ്? ഓൺലൈൻ ഓർ ത്രൂ ഓതറൈസ്ഡ് ബാങ്ക്. ഓൺലൈനായിട്ടോ അല്ലെങ്കിൽ ഓതറൈസ്ഡ് ബാങ്കിലൂടെയോ ആണ് അവർ പേയ്മെന്റ് നടത്തുക. ദെൻ അതിനുള്ള ഇൻട്രസ്റ്റ് ആൻഡ് പെനാലിറ്റി ആണ് അവിടെ കൊടുത്തത്, നോൺ പേയ്മെന്റ് ഓർ അണ്ടർ എസ്റ്റിമേഷൻ. പിന്നെ എക്സംഷൻ. ആർക്കൊക്കെയാണ് ഈ അഡ്വാൻസ് പേയ്മെന്റിൽ എക്സംഷൻ കിട്ടുക? സീനിയർ സിറ്റിസൺ, ഡിസേബിൾഡ് ഇൻഡിവിജ്വൽ ആൻഡ് ടാക്സ് ലാബിലിറ്റി അപ് ടു 10,000. അതായത് സീനിയർ സിറ്റിസൺസിനും അതുപോലെ തന്നെ ഡിസേബിൾഡ് ആയിട്ടുള്ള ആളുകൾ ഉണ്ടെങ്കിൽ അവർക്കും, അതുപോലെ ടാക്സ് ലാബിലിറ്റി 10,000 അപ് ടു ആയിട്ട് നിൽക്കുന്ന ആളുകൾക്കും. ഇനി പാൻ. വാട്ട് ഈസ് ദി പർപ്പസ് ഓഫ് പാൻ? ഓർ ഗിവ് എനി 10 ട്രാൻസാക്ഷൻസ് വർ കോട്ടിംഗ് പാൻ ഈസ് കമ്പൽസറി. ചുരുക്കി പറഞ്ഞാൽ പാനുമായിട്ട് ബന്ധപ്പെട്ട് 2 മാർക്കിനോ 5 മാർക്കിനോ 10 മാർക്കിനോ, 10 ചോദിക്കാൻ സാധ്യത കുറവാണ്, 2 5 ആ 2 സെക്ഷനിലും ചോദിച്ചാൽ എഴുതേണ്ട ഉത്തരമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പാൻ. പാൻ മീൻസ് പെർമനന്റ് അക്കൗണ്ട് നമ്പർ. പാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർമനന്റ് അക്കൗണ്ട് നമ്പർ. ഫുൾ ഫോം പഠിച്ചല്ലോ. ഇറ്റ് ഈസ് എ നമ്പർ വിച്ച് ഈസ് യൂസ്ഡ് ടു ഐഡന്റിഫൈ ഈച്ച് അസസി റിഗാർഡിംഗ് ദ ടാക്സ് മാറ്റർ. ഓരോ അസസിയുടെയും ടാക്സ് മാറ്ററുമായിട്ട് ബന്ധപ്പെട്ട ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ഉപയോഗിക്കുന്നത്? പാൻ ഉപയോഗിക്കുന്നത്. ഇറ്റ് ഈസ് എ 10 അൽഫ ന്യൂമറിക്കൽ ക്യാരക്ടർ. 10 അൽഫ ന്യൂമറിക്കൽ ക്യാരക്ടർ ആണത്. ആൻഡ് ഇഷ്യൂഡ് ഇൻ ദി ഫോം ഓഫ് എ ലാമിനേറ്റഡ് കാർഡ്. അതൊരു ലാമിനേറ്റഡ് കാർഡിന്റെ രൂപത്തിലായിരിക്കും ഇഷ്യൂ ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ പഠിച്ചു, പാൻ എന്ന് പറഞ്ഞാൽ പെർമനന്റ് അക്കൗണ്ട് നമ്പർ. അതിനെയാണ് പാൻ എന്ന് പറയുന്നത്, പെർമനന്റ് അക്കൗണ്ട് നമ്പർ. അതെന്താണ്? ഒരു 10 അൽഫ ന്യൂമറിക്കൽ ആ ഒരു നമ്പറാണ്. അതെന്തിനു വേണ്ടിയിട്ടാണ്? ഓരോ അസസിയുടെയും ടാക്സ് മാറ്റർ ഐഡന്റിഫൈ ചെയ്യാൻ 10 അൽഫ ന്യൂമറിക്കൽ ക്യാരക്ടറാണ് ഇതിലുള്ളത്. ലാമിനേറ്റഡ് കാർഡിന്റെ രൂപത്തിലാണ് ഇഷ്യൂ ചെയ്യുക. ഇനി നമുക്ക് പാനിന്റെ പർപ്പസ് അല്ലെങ്കിൽ ഏതെല്ലാം സിറ്റുവേഷനിലാണ് പാൻ കമ്പൽസറി ആവുന്നത്. ഒന്ന്, ഇൻകം എക്സീഡ്സ് എക്സംഷൻ ലിമിറ്റ്. ഇൻകം എക്സംഷൻ ലിമിറ്റിനേക്കാൾ എക്സീഡ് ചെയ്യുമ്പോൾ, അതുപോലെ തന്നെ ലേബിൾ ടു പേ ടാക്സ് ഓൺ ബിഹാഫ് ഓഫ് അനദർ പേഴ്സൺ. മറ്റൊരു വ്യക്തിയുടെ ടാക്സ് അടയ്ക്കുകയാണെങ്കിൽ അത്തരം സാഹചര്യത്തിൽ നമ്മുടെ പാൻ ആവശ്യമാണ്. സെയിൽ ഓർ പർച്ചേസ് ഓഫ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി. ഇമ്മൂവബിൾ പ്രോപ്പർട്ടി സെയിൽ ചെയ്യുകയോ അല്ലെങ്കിൽ പർച്ചേസ് ചെയ്യുകയോ ചെയ്യുകയാണെങ്കിൽ ആ സാഹചര്യങ്ങളിൽ പാൻ ആവശ്യമാണ്. ടൈം ഡെപ്പോസിറ്റ് എക്സീഡ്സ് ₹50,000. ടൈം ഡെപ്പോസിറ്റ് 50,000-നേക്കാൾ കൂടുതൽ എക്സീഡ് ചെയ്യുകയാണെങ്കിൽ. അടുത്തത് ഓപ്പണിംഗ് എ ഡിമാറ്റ് അക്കൗണ്ട്. ഒരു ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ, അതുപോലെ തന്നെ അപ്ലിക്കേഷൻ ഓഫ് ഡെബിറ്റ് കാർഡ്. ഡെബിറ്റ് കാർഡ് അപ്ലൈ ചെയ്യുമ്പോൾ, അതുപോലെ അപ്ലിക്കേഷൻ ഓഫ് ക്രെഡിറ്റ് കാർഡ്. ക്രെഡിറ്റ് കാർഡിന് അപ്ലൈ ചെയ്യുമ്പോൾ പാൻ ആവശ്യമാണ്. പേയ്മെന്റ് ഓഫ് ലൈഫ് ഇൻഷുറൻസ് പ്രീമിയം എക്സീഡ്സ് ₹50,000. LIC ലൈഫ് ഇൻഷുറൻസ് പ്രീമിയം അടയ്ക്കുമ്പോൾ 50,000-ൽ കൂടുതൽ പേയ്മെന്റ് വരികയാണെങ്കിൽ. പർച്ചേസ് ഓഫ് ബാങ്ക് ഡ്രാഫ്റ്റ് എക്സീഡിംഗ് ₹50,000. ബാങ്ക് ഡ്രാഫ്റ്റ് 50,000-ൽ കൂടുതൽ കൂടുകയാണെങ്കിൽ പർച്ചേസ് ചെയ്യുമ്പോൾ. മ്യൂച്വൽ ഫണ്ട് പർച്ചേസ് ചെയ്യുമ്പോൾ 50,000-ൽ കൂടുതൽ കൂടുകയാണെങ്കിൽ എല്ലാം തന്നെ പാൻ ആവശ്യമാണ്. ഇതിലെല്ലാം പഠിച്ചു വെച്ചിട്ടില്ലെങ്കിലും കുറച്ച് പോയിന്റ് ഒന്ന് പഠിച്ചു വെക്കുക. ഒരു ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് പാൻ കാർഡ് ആവശ്യമാണ്. ക്രെഡിറ്റ് കാർഡിനും ഡെബിറ്റ് കാർഡിനും അപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ ആവശ്യമാണ്. സെയിൽ ഓർ പർച്ചേസ് ഓഫ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി പാൻ കാർഡ് ആവശ്യമാണ്. ലൈഫ് ഇൻഷുറൻസ് പ്രീമിയം, ഈ 3 ഓർത്ത് 50,000-ൽ എക്സീഡ് ചെയ്യുമ്പോൾ ഏതൊക്കെയാ? ലൈഫ് ഇൻഷുറൻസ് പ്രീമിയം പർച്ചേസ് ചെയ്യുമ്പോൾ, പേ ചെയ്യുമ്പോൾ, ബാങ്ക് ഡ്രാഫ്റ്റ് പർച്ചേസ് ചെയ്യുമ്പോൾ, മ്യൂച്വൽ ഫണ്ടിന്റെ യൂണിറ്റ് പർച്ചേസ് ചെയ്യുമ്പോൾ. പിന്നെ ഈ ഫയലിംഗിന്റെ അഡ്വാൻറ്റേജ് ഒന്ന് പഠിച്ചു വെച്ചോളൂ. ഈസ് ഓഫ് യൂസ്, പ്രോംപ്റ്റ് പ്രോസസ്സിംഗ്, ബെറ്റർ ആക്യുറസി, കൺവീനിയൻസ്, കോൺഫിഡൻഷ്യാലിറ്റി, ആക്സസിബിലിറ്റി ഓഫ് പാസ്റ്റ് ഡാറ്റ. ഇനി പരീക്ഷയ്ക്ക് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ആർ ദി കോൺസിക്വൻസസ് ഓഫ് ബെസ്റ്റ് ജഡ്ജ്മെന്റ് അസസ്മെന്റ്? ബെസ്റ്റ് ജഡ്ജ്മെന്റ് അസസ്മെന്റിന്റെ കോൺസിക്വൻസസ് എന്തൊക്കെയാണ്? അപ്പോൾ ആദ്യം നമ്മൾ ബെസ്റ്റ് ജഡ്ജ്മെന്റ് അസസ്മെന്റ് എന്താണെന്ന് പഠിക്കണം. ഇറ്റ് ഈസ് ആൻ എസ്റ്റിമേറ്റ് ഓഫ് ടാക്സ് പേയേഴ്സ് ഇൻകം ഓർ ടാക്സ് ലാബിലിറ്റി മെയ്ഡ് ബൈ ടാക്സ് അതോറിറ്റി വെൻ ആക്യുറേറ്റ് ഇൻഫർമേഷൻ ഈസ് നോട്ട് അവൈലബിൾ. കൃത്യമായ ഇൻഫർമേഷൻസ് അവൈലബിൾ അല്ലാത്ത സാഹചര്യങ്ങളിൽ, അതായത് കൃത്യമായ ഇൻഫർമേഷൻസ് അവൈലബിൾ അല്ലാത്ത സാഹചര്യങ്ങളിൽ ടാക്സ് അതോറിറ്റി ഒരു ടാക്സ് പേയറുടെ ടാക്സ് ലാബിലിറ്റിയും ഇൻകവും
അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് എടുക്കുന്നതിനെയാണ് ബെസ്റ്റ് ജഡ്ജ്മെൻറ്റ് അസസ്മെൻറ്റ്. അതിൻ്റെ കോൺസിക്വൻസസ് എന്തൊക്കെയാണ്? ദ അസസി ബിക്കം ലേബിൾ ടു പെനാലിറ്റി, അസസിക്ക് പെനാലിറ്റി വരും. അസസി ബിക്കം ലേബിൾ ടു പ്രോസിക്യൂഷൻ വരും. റീഫണ്ട് മെ നോട്ട് ബി ഗ്രാൻറ്റഡ്, പിന്നെ അത് റീഫണ്ട് ക്ലെയിം ചെയ്താൽ അത് ഗ്രാൻറ്റ് ചെയ്യില്ല. അസസി മേ ബി ഫേസ് ഇൻക്രീസ്ഡ് സ്ക്രൂട്ടിനി, അസസിനെ എന്ത് ചെയ്യും? സൂക്ഷ്മ പരിശോധനയ്ക്ക്, അസസിനെ അല്ല, അസസിയുടെ ഒരു ഇൻകവും ടാക്സ് ലാബിലിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ സൂക്ഷ്മ പരിശോധനയ്ക്ക് വിധേയമാക്കും. ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് എ റെഫറൻസ് ഫോർ ഫ്യൂച്ചർ അസസ്മെൻറ്റ്, അതൊരു ഫ്യൂച്ചർ അസസ്മെൻറ്റിൽ ഒരു റെഫറൻസ് ആയിട്ട് എടുക്കുകയും ചെയ്യും. അപ്പോൾ ബെസ്റ്റ് ജഡ്ജ്മെൻറ്റ് അസസ്മെൻറ്റ് എന്തായാലും ഒന്ന് നോക്കിക്കോളൂ. നിങ്ങൾക്ക് സംഭവം മനസ്സിലായില്ല, ഇല്ലെങ്കിൽ എനിക്ക് വാട്സപ്പ് ചെയ്തോളൂ, ഞാൻ ഒന്നുകൂടെ ക്ലിയർ ആക്കി പറഞ്ഞു തരാം. വീഡിയോയുടെ ലെങ്ത് കൂടിയതുകൊണ്ട് ഞാൻ ഒന്ന് ഫാസ്റ്റ് ആക്കുകയാണ്. ഓക്കെ, എന്നാലും ഞാനൊന്ന് പറഞ്ഞുതരാം. ഒരു ടാക്സ് പെയർ അവരുടെ ടാക്സ് ലാബിലിറ്റിയും ഇൻകവും ഒന്നും കൃത്യമായിട്ട് കൊടുക്കാതെ നിൽക്കുന്ന സാഹചര്യത്തിൽ ടാക്സ് അതോറിറ്റി എസ്റ്റിമേറ്റ് ചെയ്തൊരു ലാബിലിറ്റി ഇൻകം കണ്ടെത്തുന്നതിനെയാണ് ബെസ്റ്റ് ജഡ്ജ്മെൻറ്റ് അസസ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പം അതിന് നേരിടേണ്ടി വരുന്ന കോൺസിക്വൻസസ് എന്തൊക്കെയാണ്, അത് പ്രതിസന്ധികൾ എന്തൊക്കെയാണ്? ഒന്ന്, അസസി പ്രോസിക്യൂട്ട് ചെയ്യപ്പെടും, പെനാലിറ്റി അടയ്ക്കേണ്ടി വരും, അപ്പോൾ റീഫണ്ട് കിട്ടില്ല, സ്ക്രൂട്ടിനിക്ക് വിധേയമാകേണ്ടി വരും. 2 മാർക്കിന് ഈ മൊഡ്യൂളിൽ നിന്ന് പാൻ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ ലിസ്റ്റ് ഔട്ട് ദ ഡിഫറെൻറ്റ് വേ ഓഫ് കളക്ടിങ് ഇൻകം ടാക്സ്, ഏതെല്ലാം രീതിയിലാണ് ഇൻകം ടാക്സ് കളക്ട് ചെയ്യാൻ പറ്റുക. അതാണ് നമ്മുടെ റിക്കവറി ഓഫ് ടാക്സ് ഫസ്റ്റിലത്തെ എസ്സേ. ഒന്ന് പറഞ്ഞു നോക്കൂ. അറ്റാച്ച്മെൻറ്റ് ഓഫ് അസെറ്റ്, അറ്റാച്ച്മെൻറ്റ് ഓഫ് സാലറി, അറസ്റ്റ്, പ്രോസിക്യൂഷൻ, അതൊന്ന് പഠിച്ചു വെക്കുക. പിന്നെ TDS സർട്ടിഫിക്കറ്റും TDSഉം ഞാൻ സ്ക്രീനിൽ കാണിച്ചിട്ടുണ്ട്. TDS എന്ന് പറഞ്ഞാൽ ടാക്സ് ഡിഡക്ഷൻ അറ്റ് സോഴ്സ് ആണ്, അതൊന്ന് പഠിച്ചു വെക്കുക. പ്രൊട്ടക്റ്റീവ് അസസ്മെൻറ്റ്, ബിലേറ്റഡ് റിട്ടേൺ ഒക്കെ ഒന്ന് നോക്കി വെക്കുക. അപ്പോൾ ഇതാണ് എൻ്റെ നമ്പർ. ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു നമ്പറിലേക്ക് നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ ഞാൻ ഈ PDF-ഉം അതുപോലെ തന്നെ ഈ ഒരു സബ്ജക്റ്റിൻ്റെ 4 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറും അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഇന്നെടുത്ത ടോപ്പിക്കിൽ ഏതെങ്കിലും രീതിയിലുള്ള ഡൗട്ട് ഉണ്ടെങ്കിൽ അത് നിങ്ങൾ പറയുക. അതേപോലെ തന്നെ നമ്മുടെ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ ആ കാര്യം കൂടെ ഒന്ന് മെസ്സേജ് അയയ്ക്കുക.